ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് കുറുക്ക് കാളനാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചക്കായ് തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കിയത് 2 എണ്ണം, കട്ട തൈര് ഉടച്ചത് 4 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, തേങ്ങ ചുരട്ടിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വറ്റൽമുളക് 1 3 4 കഷ്ണങ്ങളാക്കിയത്. അവസാനമായി പച്ചമുളക് നടുകെ കീറിയത് ഒരു 5 എണ്ണം. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എടുത്തു വെച്ച ജീരകവും തേങ്ങയും മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വളരെ നൈസായി അരച്ചെടുത്ത തേങ്ങയാണ് ഈ ഇരിക്കുന്നത്. കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാഴയ്ക്ക, പച്ചമുളക് എന്നിവയിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ അത് വേകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എടുത്തു വെച്ച തൈരിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നന്നായി ഇളക്കുക. നമ്മുടെ വാഴയ്ക്ക വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിന് ഏതാണ്ട് 8 മിനിറ്റ് എടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക്, കറിവേപ്പില, മുളക്, എടുത്തു വെച്ച ഉലുവ എന്നിവയിട്ട് മൂപ്പിക്കുക. ഇതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലിട്ട് വഴറ്റുക. കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കായ ഇടുക. അതിനുശേഷം തൈര് മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ പിരിഞ്ഞു പോകാതെ സാവധാനം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒരേ ദിശയിൽ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ചുകൂടി കുറുകി വരും. നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്കെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകി വരും. 2-3 ദിവസം വരെ ഇത് കേടുകൂടാതെ പുറത്ത് ഇരിക്കുന്നതായിരിക്കും. പുളി കൂടുതലായി തോന്നുകയാണെങ്കിൽ അതിനകത്ത് ഒരല്പം പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്.